ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് അപ്പം, ചപ്പാത്തി, ഇടിയപ്പം പോലുള്ള ഡ്രൈ ഫ്രൈകളോടെ കഴിക്കാൻ പറ്റിയ അടിപൊളി ടേസ്റ്റ് ഉണ്ടാക്കിയെടുക്കാവുന്ന മഷ്റൂം കുറുമയാണ്. ഈ ഒരു കുറുമനെ പറ്റി പറയുകയാണെങ്കിൽ സാധാരണ കുറുമനെ അപേക്ഷിച്ച് കുറച്ച് വെറൈറ്റി ടേസ്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ കഴിക്കാനായിട്ട് നല്ല അടിപൊളി ഒരു യൂണിക്ക് ടേസ്റ്റ് ആണ് കിട്ടുന്നത്. അതേപോലെ ഈ കുറുമ ഉണ്ടാക്കിയെടുക്കാനായിട്ട് അധിക സമയമൊന്നും വേണ്ട, വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമുക്ക് ഈ കുറുമ വളരെ സിമ്പിളായിട്ട് എങ്ങനെയാണ് ഇവിടെ ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഞങ്ങളുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണണമെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതേപോലെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ ഈ ചാനലിടുന്ന ഓരോ വീഡിയോയും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ. ഇതിനായിട്ട് നമ്മൾ എടുത്തിട്ടുള്ള പാത്രത്തിലേക്ക് അല്പം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഏകദേശം ഒരു 2 ടേബിൾ സ്പൂൺ എങ്കിലും വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇതിലേക്ക് കുറച്ച് സ്പൈസസ് ഒക്കെ ആഡ് ചെയ്യാം. ഒരു കഷ്ണം കറുകപ്പട്ട, 3 ഏലക്കായ, 3 ഗ്രാമ്പു, 2 ബേ ലീഫ്, 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഒരു 3 പച്ചമുളക് നീളനെ കീറിയത്, 1 തണ്ട് കറിവേപ്പില. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അതേപോലെ ഈ സമയത്ത് ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വേണം സ്റ്റവ് വെക്കാനായിട്ട്. ഏകദേശം 1 മിനിറ്റ് ഇതുപോലെ ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് മീഡിയം സൈസ് ഒരു സബോള നീളനെ നുറുക്കിയത് ചേർത്ത് കൊടുക്കാം. അതേപോലെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് മീഡിയം ഫ്ലെയിമിൽ നന്നായിട്ടൊന്ന് വഴറ്റിയിടുക. അപ്പോൾ നമ്മുടെ സബോളൊക്കെ ആവശ്യത്തിന് വഴറ്റി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് പൊടികളൊക്കെ മിക്സ് ചെയ്യാം. അതിനായിട്ട് സ്റ്റവിൻ്റെ ഫ്ലെയിം ലോ ഫ്ലെയിം ആക്കിയതിന് ശേഷം 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, 2 ടീസ്പൂൺ പെപ്പർ പൗഡർ. ഞാനിവിടെ ഒരു മീഡിയം എരിവ് കണക്കാക്കിയാണ് ഇതിലേക്ക് പെപ്പർ പൗഡറൊക്കെ ആഡ് ചെയ്യണത്. നിങ്ങൾക്ക് എരിവ് കൂടുതൽ ഇഷ്ടമല്ലെങ്കിൽ അതിനനുസരിച്ച് അളവിൽ മാറ്റങ്ങൾ വരുത്താം. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നമ്മൾ ഇട്ട് കൊടുത്ത പൊടികളുടെ പച്ചമണമൊക്കെ മാറി നന്നായിട്ട് മൂത്ത് വന്നതിന് ശേഷം ഇതിലേക്ക് മീഡിയം സൈസ് ഒരു തക്കാളി തൊലി കളഞ്ഞ് നുറുക്കിയത് ഇട്ട് കൊടുക്കാം. നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇട്ട് കൊടുത്ത തക്കാളിയൊക്കെ ആവശ്യത്തിന് മെൽറ്റായിട്ട് ഈ മസാലയിലേക്കൊക്കെ നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ക്ലീൻ ചെയ്ത് കട്ട് ചെയ്ത് വെച്ച മഷ്റൂം ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഏകദേശം 1/2 കിലോ മഷ്റൂം എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഈ മസാലയുടെ കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് ഈ മഷ്റൂം കണ്ടാൽ തന്നെ അറിയാം നല്ല വൈറ്റിഷ് ആയിട്ടാണ് ഇരിക്കുന്നത്. കാരണം നമ്മൾ ഇപ്പോൾ തന്നെ അത് കട്ട് ചെയ്തിട്ടുള്ളൂ. നമ്മൾ മുമ്പേ തന്നെ കട്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ കുറച്ച് ഡാർക്കായിട്ട് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് എല്ലാവരും കുക്കിങ്ങിന് തൊട്ട് മുമ്പായിട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ വളരെ നന്നായിരിക്കും. അപ്പോൾ നമ്മൾ ഇട്ട് കൊടുത്ത കൂണൊക്കെ മസാലയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് വേവാൻ പാകത്തിന് ഇതിലേക്കുള്ള ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് അടച്ചു വെച്ച് ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഒരു 95% വേവിച്ചെടുക്കാം. ഇത് വെന്തുവന്ന സമയം കൊണ്ട് ഇതിലേക്ക് വേണ്ട അരപ്പ് റെഡിയാക്കാം. ഇതിനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് 1 കപ്പ് ചിരകിയ തേങ്ങ ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ സാധാരണ ജീരകം, 10 കശുവണ്ടി. ഇനി നമുക്ക് ഈ തേങ്ങ അരഞ്ഞു കിട്ടാൻ പാകത്തിന് 1/2 കപ്പ് മുതൽ 3/4 കപ്പ് വരെ വെള്ളം ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ കൂണ് വേവിച്ചു തുടങ്ങിയിട്ട് അല്പം സമയമായിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്നു നോക്കാം. കൂണ് വേവാനായിട്ട് അധികം സമയമൊന്നും എടുക്കില്ല, വളരെ പെട്ടെന്ന് തന്നെ ഇത് വെന്ത് വരും. അപ്പോൾ നമ്മുടെ കൂണൊക്കെ ആവശ്യത്തിന് വെന്തൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പം നല്ല കറക്റ്റ് പാകമാണ്. ഇനി കൂടുതൽ വേവിച്ച് കഴിഞ്ഞാൽ ഇത് ഉടഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. ഈ സമയത്തോടെ നമുക്ക് ഇതിലേക്ക് തേങ്ങയുടെ അരപ്പ് ചേർത്ത് കൊടുക്കാനായിട്ട്. തേങ്ങയുടെ അരപ്പ് ചേർത്തതിന് ശേഷം സ്റ്റവിൻ്റെ ഫ്ലെയിം ഒരുപാട് ഹൈ ഫ്ലെയിമിൽ വെക്കരുത്, ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ മാത്രം വെച്ചാൽ മതി. ഇനി നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ തേങ്ങയുടെ അരപ്പ് ചേർത്തതിന് ശേഷം ഒരുപാടൊന്നും തിളപ്പിക്കേണ്ട ആവശ്യമില്ല, നന്നായിട്ടൊന്ന് ചൂടാക്കി എടുത്താൽ മാത്രം മതി. അപ്പോൾ നമ്മുടെ കുറുമക്കറി നന്നായിട്ട് ചൂടായിട്ട് തള വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് അവസാനമായിട്ട് ഗാർണിഷ് ചെയ്യാനായിട്ട് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കൂണ് കൊണ്ടുള്ള കുറുമ ഇവിടെ റെഡി ആയി കഴിഞ്ഞു. നമുക്കിനി ഇതൊരു സെർവിങ് ഡിഷിലോട്ട് പാർത്താം. അപ്പോൾ നമുക്ക് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്ന അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള മഷ്റൂം കുറുമ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. വളരെ എളുപ്പത്തിൽ തന്നെ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പത്തിൻ്റെ കൂടെയും ഇടിയപ്പത്തിൻ്റെ കൂടെയും ചപ്പാത്തി പോലുള്ള എല്ലാവിധ ഡ്രൈ പാക്കിൻ്റെ കൂടെയും നിങ്ങൾക്ക് ഇത് ട്രൈ ചെയ്ത് നോക്കാം.
അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കുക. ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഒപ്പം ഞങ്ങളുടെ ചാനലൊന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാം. ജിയ റെസിപ്പിയുടെ മറ്റൊരു അടിപൊളി വീഡിയോയുമായി ഇനി വരുന്നതുവരെ എല്ലാവർക്കും ബൈ.